വളരെ സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഞായറാഴ്ച ഇവരെയും വിശുദ്ധ കുർബാനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും അനുഗ്രഹവും ഒക്കെ നമുക്കെല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഇടവക ഈ ദേശം ഒക്കെ അനുഗ്രഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇടവകയിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയും വിവിധ ഇടങ്ങളിലിരുന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ലീഹന്മാരുടെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും
ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. അനവദ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവില്ലറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 23-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാര തിരുനാളാണ്. ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ. ദൈവമായ കർത്താവിന് സ്തുതി. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു.
ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലേ നാം ഒന്നായി സ്ലീഹന്മാരുടെ ഓർമ്മകളെ കൊണ്ടാടാം ഈ വേദികയിൽ, വാഴ്ത്തിയിടാം കൈത്താക്കാലത്തിൽ. തന്മഹിമാവല്ലോ വാനിലും ഊഴിയിലും തിങ്ങി വിളങ്ങുന്നു. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലേ നാം ഒന്നായി ശ്ലീഹന്മാരുടെ ഓർമ്മകളെ കൊണ്ടാടാം ഈ വേദികയിൽ, വാഴ്ത്തിയിടാം കൈത്താക്കാലത്തിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലേ നാം ഒന്നായി ശ്ലീഹന്മാരുടെ ഓർമ്മകളെ കൊണ്ടാടാം ഈ വേദികയിൽ, വാഴ്ത്തിയിടാം കൈത്താക്കാലത്തിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആത്മീയതയാൽ മധുരിതമാം ഗീതികളാലേ നാം ഒന്നായി ശ്ലീഹന്മാരുടെ ഓർമ്മകളെ കൊണ്ടാടാം ഈ വേദികയിൽ, വാഴ്ത്തിയിടാം കൈത്താക്കാലത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകമായ തിരുവചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രക്ഷ പ്രാപിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരിപോഷണത്തിനു വേണ്ടി ദൈവസമക്ഷം സമസ്തവും മിശിഹായിലാണ് പ്രസംഗിച്ചിരുന്നത്. ഒരുപക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സര്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ ഞാൻ കണ്ടെത്തുന്നത്? ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുൻപിൽ എളിമപ്പെടുത്തുമോ എന്നും, നേരത്തെ പാപം ചെയ്തവരും എന്നാൽ തങ്ങൾ മുഴുകിയ അശുദ്ധിയെക്കുറിച്ചും വിഷയാസക്തിയെക്കുറിച്ചും മാനസാന്തരപ്പെടാത്തവരുമായ അനേകരെ ഓർത്ത് വിലപിക്കേണ്ടി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 16, 19 മുതലുള്ള തിരുവചനങ്ങൾ. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നു പേരുള്ള ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു.
ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽ തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രാഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുതപിക്കും. അബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ളവരെ, മറ്റുള്ളവർക്ക് കാവലും കരുതലുമാകുവാൻ വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് കൈത്തക്കാലം 5-ാമത്തെ ഞായറാഴ്ചയായ ഇന്ന് സുവിശേഷത്തിലൂടെ തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് കാവലും കരുതലുമാകുന്നവർക്ക് ദൈവത്തിൻ്റെ മുഖമാണ് ഉള്ളത്. നമുക്കെല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. മാമോദീസ ജലം തലയിൽ വീണ എല്ലാവർക്കും ഈ ഒരു പ്രേഷിത ദൗത്യം ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം നമ്മളെ നിയോഗിച്ചിട്ടുണ്ട് അതിന്. മറ്റുള്ളവർക്ക് കാവലും കരുതലുമാകുവാൻ, ദൈവത്തിൻ്റെ മുഖമാകുവാൻ. അങ്ങനെ ആയിട്ടില്ല എങ്കിൽ ദൈവം മറ്റു പലരെയും ആ സ്ഥാനത്ത് ഉപയോഗിക്കും. ഒരുപാട് ലാസർമാർ നമ്മുടെ ചുറ്റുമുണ്ട്. ലാസർ എന്ന നാമത്തിൻ്റെ അർത്ഥം ആരും സഹായിക്കാനില്ലാത്തവൻ എന്നും, രണ്ടാമത് ദൈവം സഹായത്തിനുള്ളവൻ എന്നും. ഇങ്ങനെ 2 അർത്ഥങ്ങളാണ് ഈ നാമത്തിനുള്ളത്. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ ആരും സഹായിക്കാനില്ലാത്തവനെ ദൈവം സഹായിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ ഉപമയിൽ, ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയിൽ, ഈ ലാസറിനെ സഹായിക്കാൻ ധനവാൻ തയ്യാറാകാതെ വന്നപ്പോൾ അവനെ ശുശ്രൂഷിക്കുവാനോ അവൻ്റെ മുറിവുകൾ വെച്ചു കെട്ടുവാനോ ആരുമില്ലാതെ, ഒരു നഴ്സുമാരുമില്ലാതെ വന്നപ്പോൾ ദൈവമാണ് സഹായത്തിന് വന്നത്. അവിടുന്ന് എന്താ ചെയ്തത്? അവിടുന്ന് നായ്ക്കളെ അയച്ചു. അങ്ങനെയായി ദൈവത്തിൻ്റെ ഓരോരോ പ്രവൃത്തികളും. ആരും സഹായിക്കാനില്ലാത്തവൻ എന്ന് വിചാരിച്ചിരിക്കുന്ന നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മളൊക്കെ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്, നിസ്സഹായരാണ്. പല കാര്യങ്ങൾക്കും നമ്മളെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ളവർ നിരാശപ്പെടരുത്, വിഷമിക്കരുത്. കാരണം ആരെയെങ്കിലുമൊക്കെ ദൈവം അയക്കും. പലരെയും പറഞ്ഞയച്ചിട്ട് ചെന്നെത്താതെ വരുമ്പോൾ അവിടെ ദൈവം ഒരുപക്ഷെ പ്രകൃതിയെയോ മൃഗങ്ങളെയോ പക്ഷികളെയോ ഒക്കെ ഉപയോഗിക്കും. ബൈബിളിൽ നമുക്ക് ധാരാളമായിട്ട് അത് കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 40-ാമത്തെ തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്.
ശിഷ്യന്മാരും കുട്ടികളുമൊക്കെ യേശുവിനെ ജെറുസലേമിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ അവർ ആർത്തു വിളിക്കുന്നുണ്ട്, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഫരീസയർ പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരോട് നിശബ്ദരായിരിക്കാൻ പറയുക, അവർ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ തമ്പുരാൻ അവരോട് പറയുന്നുണ്ട്, അവർ ആർത്തു വിളിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന്. പ്രകൃതിയെ ദൈവം ഉപയോഗിക്കും. വീണ്ടും രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ പ്രവാചകൻ വരൾച്ചയുടെ കാലത്ത് ജോർദാന് മറുകരയുള്ള കെറീത്ത് അരുവിയുടെ സമീപത്ത് വന്ന് ഒളിച്ചു താമസിക്കുകയാണ്. എത്രയോ ദിവസങ്ങൾ താമസിക്കേണ്ടത്, ആരുമില്ല സഹായിക്കാൻ. അപ്പോൾ ദൈവം കാക്കകളെ അയച്ചു. രാവിലെയും വൈകുന്നേരവും അപ്പവും മാംസവും, നല്ല അപ്പവും ഇറച്ചിക്കറിയും കാക്കകളാണ് ഈ പ്രവാചകന് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത്. അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള സൗകര്യവും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഇതുപോലെ സഹായിക്കുവാൻ ഒരുപാട് പേരെ ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് ചെയ്യാതെ വരുമ്പോൾ ദൈവം മറ്റുള്ളവരെ, അല്ലെങ്കിൽ പ്രകൃതിയെ, മൃഗങ്ങളെ വരെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമുക്കറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഉപയോഗിച്ച് ദൈവം സഹായിക്കും. ആരും സഹായത്തിനില്ലാത്തവനെ ദൈവം സഹായിക്കും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. അതാണല്ലോ ഈ ധനവാന്റെ കാര്യത്തിൽ കണ്ടത്. അവന് ചുമന്ന പട്ടും ഏത് സമയത്തും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അവന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്. അവൻ പാപമൊന്നും ചെയ്തതായിട്ട് പറയുന്നില്ല. അവൻ ഒരു ഉപദ്രവവും ഈ ലാസറിന് ചെയ്തതായിട്ട് കാണുന്നില്ല. പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, നന്മ ചെയ്യണം, ഉപകാരം ചെയ്യണമെന്ന് വളരെ കൃത്യമായി, അതും അവകാശപ്പെട്ടവർക്ക് ഉപകാരം ചെയ്യണം. ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വളരെ വ്യക്തമായും കൃത്യമായും പ്രാധാന്യത്തോടും കൂടി കേൾക്കേണ്ട, അറിയേണ്ട, ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത്, ഈ ലോക ജീവിതവും മരണത്തിന് ശേഷവും രണ്ടും വ്യത്യാസമുണ്ട്. വളരെ പ്രധാനമായിട്ട് ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഗർത്തങ്ങൾ, വലിയ കുഴികളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് മറികടക്കാൻ സാധിക്കും. ഇപ്പോൾ കൊറോണ കാലഘട്ടമാണ്. മനസ്സ് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്തും വരാം, നിങ്ങൾക്ക് എൻ്റെ അടുത്തും വരാം, ഈ ദേവാലയത്തിൽ വരാം, വാതിൽ തുറന്നിട്ടിട്ടുണ്ട്, ഇടസമയത്തൊക്കെ വന്നു വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, തമ്പുരാനെ കാണാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തോ അയൽവാസിയായിട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം. ഒരു അകൽച്ച ഉണ്ട് എങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള അവസരം നമുക്കുണ്ട്. ഈ ധനവാനും അധികമൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ തന്നെ ഈ ആള് കിടപ്പുണ്ട്. അവൻ്റെ അടുത്ത് പോകാമായിരുന്നു, പക്ഷെ പോയില്ല. അതുകൊണ്ട് വന്ന വ്യത്യാസം എന്താണെന്നറിയാമോ? മരണത്തിനു ശേഷം അബ്രാഹത്തിൻ്റെ മടിയും ഈ നരകവും തമ്മിൽ വലിയ ദൂരമുണ്ട്. അങ്ങ് ദൂരെ അബ്രാഹത്തിൻ്റെ മടിയിൽ ലാസറിനെ കണ്ടു എന്നാണ് ഉപമ പറയുന്നത്. അതായത് ഇവരുടെ ഇടയിൽ വലിയൊരു ഗർത്തമുണ്ട്. ആ ഗർത്തം കടന്ന് ഇങ്ങോട്ട് വരുവാനോ ഇവിടുന്ന് അങ്ങോട്ട് പോകുവാനോ സാധിക്കുകയില്ലാത്ത ഒരു കാലം, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റാത്ത കാലം, നരകത്തിലുള്ളവർക്കോ സ്വർഗത്തിലുള്ളവർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് മരണത്തിന് ശേഷം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അകൽച്ച, ഗർത്തത്തിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ ഈ ലോകത്തിലുള്ള ഗർത്തങ്ങൾ മറികടക്കുവാൻ നമുക്ക് സാധിക്കണം. എന്തിനേറെ പോകുന്നു? മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ആഫ്രിക്കയ്ക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല, മിഷൻ പ്രദേശങ്ങളിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ അങ്ങനെ പോകട്ടെ. മറിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവരെ തന്നെ ഇതുപോലെ ആവശ്യമുള്ളപ്പോൾ സഹായിക്കാൻ സാധിച്ചാൽ ഗർത്തത്തിൻ്റെ ആഴം കുറയും. അങ്ങനെയാകുമ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചെല്ലുമ്പോൾ ഈ വലിയ ഗർത്തത്തിൽ പെട്ടുപോകാതിരിക്കുവാൻ, നരകത്തിൻ്റെ യാതനകളിൽ പെട്ടുപോകാതിരിക്കുവാൻ നമുക്ക് സാധിക്കും.
അതുകൊണ്ട് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് തമ്പുരാൻ ഇന്ന് നമ്മളോട് പറയുന്നത്, അടുത്തു കിടക്കുന്ന ഈ ലാസറിനെ ദൈവം മറ്റുള്ളവർ സഹായിക്കേണ്ടവനാ. അവനെ നാം സഹായിച്ചാൽ നമ്മുടെ മുഖം ദൈവത്തെ പോലെയാകും. ഈ ധനവാന് പേരൊന്നുമില്ല, ആ പേരിൻ്റെ സ്ഥലത്ത് നമ്മുടെ പേരാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ മുഖമാകണമെങ്കിൽ നാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവനെ സഹായിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആവുകയുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കുടുംബത്തിൽ ഭാര്യ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകും, ഭർത്താവിന് ഒരു കൈയൊക്കെ വേണമെങ്കിൽ സഹായിക്കാം. അല്ലെങ്കിൽ ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാകും, ഭാര്യയ്ക്കും ഒരു കൈ സഹായിക്കാം. വീട്ടിൽ തുണി അലക്കുന്നതോ ഭക്ഷണം ഉണ്ടാക്കുന്നതോ ഒക്കെ എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് ഒരുപാട് പേര് നല്ല ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിക്കാതെയൊക്കെ അയൽവാസികളായിട്ടൊക്കെ ഉണ്ടാകും. ഒന്ന് കണ്ണ് തുറന്ന് നോക്കുവാനും ഒരല്പം കൊടുത്തുവിടാനൊക്കെ സാധിക്കും. അത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നരകത്തിൽ ചെല്ലുമ്പോൾ ഈ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയിട്ട് ആരെയും വിളിച്ചിട്ട് കാര്യമില്ല, വരില്ല. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ നാവിൻ്റെ അറ്റത്ത് ഇങ്ങനെ വെള്ളം ഇറ്റിച്ചിറ്റിച്ച് കൊടുക്കുന്ന ഒരു സംഭവം അല്ലേ, അതാണല്ലോ ഡ്രിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അത് കിട്ടാതെ വരുന്നെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നടത്താത്തത് കൊണ്ടാണ്. മറ്റു പലരെയും നമുക്ക് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ദുരന്തകാലമൊക്കെ ദൈവം നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഗർത്തം അതിൻ്റെ ആഴങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഈ ചുമന്ന പട്ടോ അല്ലെങ്കിൽ മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നവനോ അല്ലെങ്കിൽ വലിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളൊന്നുമല്ല. ഞാനും പാവപ്പെട്ടവനാണെങ്കിലും നിൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പ്രോത്സാഹനമോ ഒരു സന്ദർശനമോ, ഇപ്പോഴത്തെ കാലത്ത് സന്ദർശനമൊന്നും അനുവദിക്കില്ലെങ്കിൽ പോലും ഒരു ഫോൺ വിളിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലൊക്കെ ഒന്ന് പരിഗണിക്കുവാനോ നമുക്ക് സാധിക്കും. ഈ കരുതൽ നൽകുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഈ കാവലും കരുതലും നൽകുവാൻ വേണ്ടി തിരുസഭ നമ്മളെ ഇന്ന് ഉത്ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ സന്തോഷപ്രദമാക്കുകയും ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുഖമുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ. ഗർത്തത്തിൽ പെട്ടുപോകാതിരിക്കുവാനുള്ള അനുഗ്രഹം യാചിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം ഓരോ ദിവസവും നമുക്കുണ്ടാകുവാൻ വേണ്ടി പരിശ്രമിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാന തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ തീരുമാനം നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, ശ്ലീഹന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവ വിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാവുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോട് തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും
നമുക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്കു ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേൻ. മെൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. മെൽക്കീസദേക്കിന്റെ ബലി പോൽ നാഥായി അപ്പവും ഈ വീഞ്ഞതും ഞാൻ കാഴ്ചയേകുന്നിതാ. തിരുമുൻപിൽ കാഴ്ചയായി കാണിക്കയായി എന്നെ മുഴുവനും സമർപ്പിച്ചിടുന്നു. താതനുമതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. ആദിയിലെ പോലെ നന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിയിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെട്ടു.
ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹാ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹാ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്രോതത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാബ്രാഹം ഇസഹാക്യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ.
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്ന് സ്തുതിയും കൃതജ്ഞതയും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൊവന്മാരോടും സ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളായി. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് ദാസൻ്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിരതിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി
പ്രകൃതിയെ നിരസമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ഇടവക സമൂഹത്തിന് വേണ്ടിയും വിവിധ ഇടങ്ങളിലിരുന്ന് ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരാകുന്നതിന് വേണ്ടിയും അനുകൂലമായ കാലാവസ്ഥയ്ക്ക് വേണ്ടിയും കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, അധ്വാന മേഖലകൾ, പഠന മേഖലകൾ, കുടുംബങ്ങൾ എന്നിവ അനുഗ്രഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും എല്ലാ വിശുദ്ധരുടെയും പാവന സ്മരണ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ച് ജീവദായകമായ സവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പെസഹ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമെപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യതരകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
വിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ, സ്തുതികളിൽ നിറയും ദിവ്യ ചൈതന്യമേ, എന്നുമെന്നേരവും ആരാധനാസ്തുതി പുകഴ്ചകളേകുന്നു ഞങ്ങൾ. എന്നുമെന്നേരവും ആരാധനാസ്തുതി പുകഴ്ചകളേകുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു വിണ്ണും ഭൂതലവും, ആരാധിച്ചിടുന്നു മണ്ണും മാനവരും, ആരാധിച്ചിടുന്നു സർവചരാചരവും, ആരാധിച്ചിടുന്നു അനവരതം നാദാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന സ്നേഹത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിൻ്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിൻ്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നിശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. മദ്ബഹായിൽ ബലിയർപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ ജീവനുള്ള കുഞ്ഞാടിന് ചുറ്റും നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും അവിടത്തേക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവർണ്ണന്യമായ ഈ രഹസ്യങ്ങൾ അർപ്പിക്കപ്പെടുമ്പോൾ മാലാഖമാർ പോലും ഭയഭക്തിയാദരങ്ങളോടെ നിലകൊള്ളുന്നു. ഇതാ മിശിഹായുടെ ശരീരരക്തങ്ങൾ. സഹോദരരെ, അവിടുത്തെ സ്വീകരിക്കുകയും ഹല്ലേലൂയ പാടി സ്തുതിക്കുകയും ചെയ്യുവിൻ.
അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങ് ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും വിശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഇന്ന് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാളാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകിയ വിശുദ്ധനാണ്. ജപമാലയിലൂടെ പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, ഇത് 15 നോമ്പാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ മധ്യസ്ഥം തേടിക്കൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ദൈവത്തിലേക്ക് കൂടുതൽ അടുത്ത് വരാം. ചൊവ്വാഴ്ച ഈ ഫൊറോനയിലെ വൈദികരുടെ മാസധ്യാനമുണ്ട്. ബുധനാഴ്ച വിശുദ്ധ ക്ലാരയുടെ തിരുനാളാണ്. വെള്ളിയാഴ്ച വിശുദ്ധ ശ്മോനിയുടെയും 7 മക്കളുടെയും തിരുനാൾ. ശനിയാഴ്ച വിശുദ്ധ മാക്സിമില്യൻ കോൾബയുടെ തിരുനാൾ. ശനിയാഴ്ച മൂത്തേടം പഞ്ചായത്തിലെ 66 കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിനായി മൊബൈൽ ഫോൺ ഇല്ലാത്തതിനാൽ അവർക്കത് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി പാലാങ്കരയുള്ള ന്യൂ സ്റ്റാർ ക്ലബ്ബ് ഒരു ബിരിയാണി ചലഞ്ച് വെച്ച് നടത്തുന്നുണ്ട്. അത് വീടുകളിൽ കൂടി അവർ വരുമ്പോൾ 110 രൂപയാണ് ഒരു ബിരിയാണിക്ക്. ഈ കുട്ടികളെ ഓർക്കുകയും അവർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള മനസ്സോടുകൂടി ഇടവചനങ്ങളൊക്കെ സഹകരിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച ഓഗസ്റ്റ് മാസം 15-ാം തീയതി പരിശുദ്ധ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണ്, നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. 3 കുർബാനകളാണ് ഇവിടെ ക്രമീകരിക്കുന്നത്. 3 കുർബാന ഉള്ളതുകൊണ്ട് ഓൺലൈൻ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. രാവിലെ 6:30-ക്കും 8:30-ക്കും 10:30-ക്കും. അതിൽ 6:30-ക്കുള്ള കുർബാനയ്ക്ക് ശേഷം പതാക ഉയർത്തലും ഒക്കെ ഉണ്ട്. 10:30-ക്ക് ശേഷമുള്ള കുർബാനയ്ക്ക് 10:30-ക്കുള്ള കുർബാനയ്ക്ക് ശേഷം പാരിഷ് കൗൺസിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ 10:30-ക്ക് കുർബാനയ്ക്ക് ഇടവകയിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങളാണ് വരേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ പരമാവധി 40 പേർക്കാണല്ലോ ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുക. അതിന് നിബന്ധനകളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പ് വഴി അയച്ചിട്ടുണ്ടായിരുന്നു. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വരാം, പക്ഷേ 2 വാക്സിൻ എടുത്തിരിക്കണം. പള്ളിയിൽ വരുമ്പോൾ 2 മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ N95 മാസ്ക് ധരിക്കുക. പള്ളിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവിടെ വെച്ചിട്ടുള്ള പുസ്തകത്തിൽ നിങ്ങളുടെ പേരും വീട്ടുപേരും എഴുതുക. ഫോൺ നമ്പർ ഇല്ലെങ്കിൽ സാരമില്ല, നിങ്ങളെല്ലാവർക്കും ഇവിടെ അറിയുന്നതാണ്. മറ്റുള്ളവരിവിടെ വരുന്നുമില്ല. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള വാർഡുകളിൽ നിന്നും ആരും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 10 വയസ്സിൽ താഴെയുള്ളവരും വരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രോഗബാധിതരായിട്ടുള്ളവരുടെ വീട്ടിൽ നിന്നും വരരുത്.
ഒരു ഡോസ് വാക്സിൻ എടുത്തിട്ടുള്ളവർ 14 ദിവസത്തിന് ശേഷമാണെങ്കിൽ അവർക്കും വരാം. അല്ലെങ്കിൽ RT-PCR ടെസ്റ്റിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്കും വരാവുന്നതാണ്. രോഗം വന്ന് അത് നെഗറ്റീവ് ആയ ശേഷം 30 ദിവസം കഴിഞ്ഞിട്ടുള്ളവർക്കും വരാവുന്നതാണ്. പക്ഷേ ഞായറാഴ്ച ലോക്ക്ഡൗൺ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സത്യവാങ്മൂലം എഴുതി കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ്. ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് വിശദീകരണം ഉണ്ടായിരിക്കണം. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അതും കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഞായറാഴ്ച നമ്മൾ സാഹചര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇനി ഏതെങ്കിലും വാർഡുകൾ തിരിച്ചിട്ട് അങ്ങനെയുള്ളവർക്ക് കുർബാനയ്ക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാം. ഇനി ഏതെങ്കിലും കുറച്ച് പേര് ചേർന്ന് 40 പേര് ഒരുമിച്ച് ചേർന്ന് പറഞ്ഞാൽ ആ സമയത്തും കുർബാന അർപ്പിച്ച് തരാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയും ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. കുർബാനയ്ക്ക് ദിവസങ്ങളിൽ 6:45 തന്നെയാണ്. അപ്പോൾ അതിനും 40 പേരാണ് വരാൻ സാധിക്കുക. അത് വരിക. മാമോദിസ സ്വീകരിച്ച വേളുത്തുരുത്തേൽ റെജിൻ ജെനിഫർ ദമ്പതികളുടെ മകൾ എലിസബത്ത് അല്ലെങ്കിൽ സാറ, അവൾക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. നമ്മുടെ ഇടവകയിലെ ഈ ആഴ്ചയിൽ പുതുതായിട്ട് താമസിക്കാൻ എത്തിയിരിക്കുന്ന പുതുമംഗലത്ത് മേരി എന്നയാളുണ്ട്. ചാവറ വാർഡിൽ നാരങ്ങാപ്പുട്ടിയിൽ അവിടെയാണ് അവർ താമസം ആരംഭിച്ചിരിക്കുന്നത്. മേരി ചേച്ചിക്ക് ഇടവകയിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായി ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടെ അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവുമായ ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. മാമോദീസ വഴിയായി ദൈവം നൽകി നവജീവൻ, ദാനവരങ്ങളിലഖിലേശൻ പങ്കാളികളായി തീർത്തല്ലോ. രക്ഷകകൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. വിവാഹ പരസ്യം. ഈ ഇടവക തെക്കേമുറിയിൽ തോമസ് റോസമ്മ മകൻ അജീഷും, കാഞ്ഞിരപ്പള്ളി രൂപത ഉമിക്കുപ്പ ഇടവക പാമറ്റത്തിൽ തോമസ് മറിയാമ്മ മകൾ സോണിയായും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്നു. മറിയാമ്പികേ, മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ. ആത്മാവിലെ അൾത്താരയിൽ പൊലിയാത്ത പൊൻപൂവല്ലോ. ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂകുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം.
ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.